ഇതാണ് ഞാൻ വിഷുവിനൊരുങ്ങാൻ മേടിച്ചിരിക്കുന്ന പ്രത്യേക മാല, വള ഒക്കെ കേട്ടോ. ഇതൊക്കെ എൻ്റെ ക്ലിപ്പ്. പിന്നെ സ്പെഷ്യലായിട്ട് പിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് സാരി ഉടുക്കാൻ, സെറ്റ് മുണ്ട് കൊടുക്കുന്നത്. അപ്പോഴേ ഞാൻ വിഷുവായിട്ട് ഒരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് കോവലി പാമ്പ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റ് മുണ്ടും. എനിക്ക് സെറ്റ് മുണ്ടുമാണ് ഒരുപാട് ഇഷ്ടം. ഞാൻ ഉടുത്തത് റെഡി ആയെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയൊന്നും ഉടുക്കാറില്ല, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉടുക്കും. നാട്ടിലാണെങ്കിൽ മിക്കവാറും ഉടുക്കും. അപ്പം ഇതാണ് എൻ്റെ സെറ്റ് മുണ്ടും. സെറ്റ് മുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഉടുക്കാനും നല്ല ഇതമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയൊരു കുഞ്ഞു മേക്കപ്പൊക്കെ കാണിക്കും കേട്ടോ. വലിയ മേക്കപ്പൊന്നും ഇല്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു വിഷു ആഘോഷമായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് പ്രത്യേകം മേടിച്ച മാല കേട്ടോ. എനിക്ക് വിഷുവിന് ഇടാനും കൊണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണല്ലേ? എൻ്റെ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എൻ്റെ ഭഗവാനെ, എൻ്റെ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വിഷു സന്തോഷപൂർവ്വം ഒരുങ്ങുകയാണ്. കാരണം ഞാൻ അങ്ങനെയൊന്നും ഒരു കടന്നാളും അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇത്ര ഹാപ്പി ആയിട്ടൊന്നും ഒരുങ്ങാറില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇത്ര സന്തോഷമായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് മാല? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇത്രയും മതി ഇറക്കം, നിങ്ങളാ പറയേണ്ടത്. ഇതിൻ്റെ കൂടെ ഇടുന്നത് ചെറിയ മാലയല്ല, വലിയ മാല. കൂടുതൽ ആഡംബരമൊന്നും വേണ്ടത് മതി. മതി ഇറക്കം? മതിയല്ലേ? കട്ടയ്ക്ക് ഇടന്നോട്ടെ. ഇച്ചിരി ഇറങ്ങി കിടക്കണമല്ലേ? ഇത് ഇച്ചിരി കയറിയിരിക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ ഇച്ചിരി കയറിയിരിക്കണം, ഇച്ചിരി ഇറങ്ങിക്കണം എന്നൊക്കെ. അപ്പം ഇതാണ് എൻ്റെ മാല. ഇനി ഞാൻ അതിൻ്റെ കൂടെ ഇടാൻ, ഞാൻ അതാ പറഞ്ഞേ, ഈ 45 വയസ്സിൻ്റെ ആദ്യത്തെ കേസാണ്. അപ്പോൾ ഞാൻ ഈ വള ആദ്യം ഇടും കേട്ടോ. ഇത് ഞാൻ എൻ്റെ നാത്തൂന് എനിക്ക് നാട്ടിൽ നിന്ന് മേടിച്ച് തന്നിട്ട്, അതിന് ശേഷം ഞാൻ സ്പെഷ്യലായിട്ട് മേടിച്ച് വെച്ചേക്കുന്ന കുപ്പിവെള്ളയാണ് കേട്ടോ. കുപ്പിവെള്ളയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കാം എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഒരു വളയും കൂടെ ഇട്ട് കൊടുക്കാം, അപ്പോൾ അതിൻ്റേതായൊരു ഭംഗി. ഇതാണ് എൻ്റെ വിഷുവിൻ്റെ സ്പെഷ്യൽ വള. ഈ ബ്ലൗസിൻ്റെ കളറാട്ടോ, അത് നോക്കി ഞാൻ പോയി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതൊരു മോതിരമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തതല്ല, അത് കടയിൽ അങ്ങേര് വിഷു അല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ അതോടെ കിടക്കട്ടെ ആഡംബരത്തിൽ. ഇതെൻ്റെ ഒറിജിനൽ മോതിരമാണ് കേട്ടോ. അത് ഞാൻ ഇടും. അപ്പം ഇനി നമുക്ക് പൗഡറും പൊട്ടൊക്കെ ഇടാം. ഓക്കെ, പൊട്ടിട്ടിട്ടുണ്ട്, പൗഡർ ഇടാം. കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് എനിക്കുള്ളൂ, വലിയ വലിയ മേക്കപ്പൊന്നും ഇല്ല. അറിഞ്ഞുകൂടെ ഒന്നാമത്തെ കാര്യം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഫെയറയിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ചമഞ്ഞ് തന്നെ പോകാം, ഒന്നിനൊരു കുറവ് വേണ്ട. അപ്പം ലേശം പൗഡർ ഇടാം അല്ലേ. പോൺസാണ് കേട്ടോ. ഇനി പോൺസിൻ്റെ പരസ്യം കൂടെ വിഷുവിന് കാണിച്ചില്ലെന്ന് വേണ്ട. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പോൺസിൻ്റെ പൗഡർ. ഇച്ചിരി ഇടും, ഇത് മതി. ഒരുപാടായ ഓവറായി പോകും. പൊട്ട് ഞാൻ കുളിക്കാൻ പോയപ്പോൾ അവിടെ ഇരുന്ന് എടുത്ത് കുത്തിക്കൊണ്ട് വന്നേ കുളിച്ചതിന് ശേഷം കേട്ടോ. അതാണ് എൻ്റെ നെറ്റി പൊട്ട് തന്നെ കിടന്നത് കേട്ടോ. അപ്പം ഞാൻ പൊട്ടിപ്പോൾ മാറ്റി. ഇനി ഞാൻ പൊട്ടിടാൻ പോവാം. എൻ്റെ ഉടുപ്പിൻ്റെ ബാക്കിൽ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, ഇത്രയും കാലത്തിനിടയ്ക്ക് ചായത്ത് സംഭവമാണ് ഇത്രയൊക്കെ ഇതായിട്ട് ഒരുങ്ങുന്നത്. പൗഡർ ഉടച്ച് പഴയ ശീലം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. ഉടുത്തേക്കെന്ന് വെച്ച് തന്നെ ഞാൻ പൗഡർ തുടയ്ക്കും. അതാണ് എൻ്റെ ശീലം. അപ്പം ഇതുകൊണ്ട് അത് പൗഡർ ഇല്ലല്ലോ, കുറച്ചേ ഇട്ടുള്ളൂ ഞാൻ. പക്ഷെ ഇനി എന്താണ്, തലയൊക്കെ കെട്ടണം. അങ്ങനെയുള്ള ചീമ്പൊക്കെ കിടക്കട്ടെ. മിമി വന്ന് നിന്ന് നോക്കുക കേട്ടോ, എന്താണ് കേസ്. രാവിലെ അമ്മ ഒരുങ്ങുന്നു, എവിടെ പോകണമെന്ന് അറിഞ്ഞില്ല. ഇന്ന് എന്നും പോവും, ഇന്ന് നേരം വെളുക്കുന്നതിന് പോകുമോ അതൊന്ന് മിമി ചിന്തിക്കുമായിരിക്കും കേട്ടോ. കുഞ്ഞു തലമായിട്ട് അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇങ്ങോട്ട് മുടിയെടുക്കും. പിന്നെ ആരോ ഒരാൾ എന്നെ ഇങ്ങനെ കാണിച്ചു തന്നതാ കേട്ടോ. ഇങ്ങനെ പറ്റുന്നില്ല, ഇന്ന് മുടിയും എന്തോ പറയുന്നത് പോലെ നീ ഇങ്ങനെയൊന്നും
കെട്ടണ്ട, അങ്ങനെ കെട്ടിയതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്നും അല്ല കാണിച്ചു തന്നത്, പക്ഷേ എന്നാൽ ഞാനിങ്ങനെയൊക്കെ കെട്ടാം. അത് നടക്കില്ല കേട്ടോ. സമയത്തിന് ഒരുങ്ങി ഇറങ്ങിയില്ലെങ്കിൽ ചേട്ടന് കടയിൽ ഓട്ടിക്ക് വേണ്ടിയതാണ്. അപ്പം അങ്ങനൊരു കുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കുമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ അതതിൻ്റെ പാട്ടിന് പോകും, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെയും കൂടെ ഒരു മുടി ഫ്രണ്ടിലോട്ട് വെട്ടിയിട്ടതാട്ടോ, അതൊരുപാട് കിളിച്ച്. ചെറിയൊരു ഫാഷൻ കിട്ടുമെന്ന് വിചാരിച്ച് വെട്ടിയതാണെന്ന്, പക്ഷേ ഒത്തിരി അങ്ങ് വളർന്നു പോയി. ഇനിയിപ്പം എന്ത് ചെയ്യും, അതങ്ങനെ കിടന്നിട്ട് അത് നമ്മുടെ അല്ലെന്ന് വിചാരിക്കും. എൻ്റെത് തന്നെ കേട്ടോ. ചേച്ചി എന്തിന് പറയുന്നത് നിങ്ങൾ വിചാരിക്കില്ല. ചേച്ചി എന്തിന് പറയുന്നത്, ചേച്ചിയുടെ മുടിയല്ലെന്നോ ഇത്, എൻ്റെ മുടി തന്നെയാണ്. അപ്പം ഇതെടുത്ത് നമ്മൾ ഇവിടെ ഇട്ടങ്ങ് ഒതുക്കി വെക്കും. അതിനൊക്കെയുള്ള നീളമുണ്ട്, ഇനി വെട്ടി കഴിഞ്ഞാൽ വൃത്തിയേടാ. അപ്പോൾ അതങ്ങനെ ഇടന്നോട്ടെ. നമ്മുടെ തലകെട്ടൊക്കെ കഴിഞ്ഞ് ഇനി എന്താണ്, പൊട്ടൊക്കെ ഇട്ട് ഇതെന്തോ വള്ളിയോ, വള്ളി കേട്ടോ. എനിക്ക് ഐലൈനർ ഒന്നും വരയ്ക്കാൻ അറിഞ്ഞൂടാ. അപ്പം എനിക്ക് തോന്നുന്നു പൗഡർ ഇച്ചിരി കുറഞ്ഞു പോയോ എന്നൊരു തോന്നുന്നു, ഒരു വെട്ടം തോന്നുന്നില്ല. എനിക്ക് രാത്രിയാകൊണ്ടായിരിക്കും. അതിൻ്റെ ഒരു ശകല പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ തന്നെ എൻ്റെ ജോലി. പൗഡർ ഉണ്ടെങ്കിൽ ഇപ്പോഴേ പൗഡറായി. ഇപ്പോൾ ഒരു വെട്ടം വന്നു മുഖത്തല്ലേ, അതുവരെ എങ്ങനെയോ കിടന്നേ എൻ്റെ മുഖം. ഇനിയിപ്പം സാരി പിടിച്ച് തുടയ്ക്കണ്ട, തുണി ഇവിടെ കിടക്കുമല്ലേ. ഇതന്നെ പൗഡർ ഇട്ടിട്ട് തുടച്ചം കളയും. അപ്പോൾ എല്ലാം കലാസമായി കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മേക്കപ്പൊക്കെ ഒരുമാതിരിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു സംഭവം കൂടെ ഉണ്ട്, വളയുടെ. ഈ വള ഇട്ടില്ല കേട്ടോ. അപ്പം ഈ വളയും കൂടെ ഇടാം, നല്ല ഒരു ഭംഗി എടുത്തുള്ള കൈക്ക്. ലിപ്റ്റിക്കാണ് ഇട്ടത് കേട്ടോ. ഐലൈനർ വരയ്ക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഇനി നമുക്ക് എന്താ പറയുക, ഇത് തുടപ്പാണ് എൻ്റെ ജോലി കേട്ടോ. എല്ലാം ഇട്ടിട്ട് അത്യാവശ്യം വെച്ച് ലിപ്റ്റിക്കൊക്കെ ഇടും ഞാൻ. അപ്പോൾ ഇനി എന്താ, സിന്ദൂരം ഇടണം. സിന്ദൂരം കൂടെ ഇടാം, അമ്പലത്തിൽ പോവാം. അപ്പോൾ സിന്ദൂരം ഇട്ട് അപ്പോഴേ ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണ്. വിഷുവായിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ഇതാണ് കേട്ടോ. ചെറിയൊരു പൊട്ടിട്ടു, പൗഡർ ഇട്ടു, ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടു, ഇച്ചിരി സിന്ദൂരം ഇട്ടു, പിന്നെ സ്പെഷ്യൽ മേടിച്ച കുപ്പിവള, ഈ ബ്ലൗസിൻ്റെ കളർ അതിട്ടു, പിന്നെ ഈ കല്ല് വെച്ച വള എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞല്ലോ, ഇതെൻ്റെ സ്പെഷ്യൽ വളയാണ്. പിന്നെ മോതിരം ഒക്കെ ഇട്ട് ഇന്ന് ഞാൻ ഇന്നത്തെ കാട്ടി നല്ല വൃത്തിയായിട്ട് ഒരുങ്ങിയാണ് കോവിലിൽ പോകുന്നത് കേട്ടോ. എനിക്കൊരുപാട് സന്തോഷമുണ്ട്, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിഷുവാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്. അപ്പോഴേ നമ്മൾ കഥവൊക്കെ അടച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാം. നമുക്ക് നോക്കേട്ടാ, നമ്മൾ കഥവൊക്കെ അടച്ചിട്ട് കോവിലിലോട്ട് പോവാം. അപ്പോഴും നമ്മളെ കോവിലിലോട്ട് പോവുകയാണ്. ഹാപ്പി വിഷു. വിഷു അതിൻ്റെ ആഘോഷമായിട്ട് നമ്മൾ കോവിലിലോട്ട് പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ തൊഴുവാൻ പോവാണ്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴുവാൻ പോവുകയാണേ വിഷു. ഇതാണ് കോവിലിൻ്റെ അവിടുത്തെ തിരക്ക്, ഭയങ്കര തിരക്ക്. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. അമ്പലം കഴിഞ്ഞ് പോരുന്നോ ചേട്ടൻ? അമ്പലമായി. കോവിലിൽ നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തുവാ
അപ്പം നമ്മൾ കോയിലൊക്കെ തൊഴുത് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. വിഷു സദ്യ ചേട്ടൻ കഴിക്കുകയാണ് ഗേസ്. വിഷു സദ്യ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത ബ്ലോഗുമായി വരാം. ടാറ്റ. ഓക്കെ, ബൈ ബൈ.